എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 27ഉം 28ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ 27ാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും 28ാമത്തേതിൽ ഇന്ദ്രവജ്ര വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ബ്രാഹ്മണൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തൻ്റെ വരവ് എന്തിനായിരുന്നു എന്നുള്ളത് ശ്രീകൃഷ്ണനെ അറിയിക്കാൻ പോവുകയാണ്. അതാണ് തുടങ്ങുന്നത് 27ാമത്തെ ശ്ലോകം. സംരക്ഷിത സാധു വിദർഭഭൂമിം ഭീഷ്മാഭിധാനഃ പരലോകഭീരു നന്വസ്തി രാജാരജസോതി ഭൂമി ശ്രുതശമീ സത്യരതഃ കുലീന. ആദ്യം പദച്ഛേദം പറയാം. സംരക്ഷിത സാധു വിദർഭഭൂമിം ഭീഷ്മാഭിധാന പരലോകഭീരു നനു അസ്തി രാജാ രജസ അതിഭൂമി ശ്രുത ശമീ സത്യരഥ കുലീന. ധാരാളമായിട്ട് പദച്ഛേദമൊന്നുമില്ല, വളരെ കുറച്ചെന്നേ ഉള്ളൂ. എന്താണ് പറയണതെന്നാണെങ്കിൽ വിദർഭ രാജ്യത്തിനെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ് ആദ്യം തന്നെ. നനു വിദർഭഭൂമിം സാധു സംരക്ഷിത. വിദർഭഭൂമിയെ പറ്റിയിട്ട്, വിദർഭ രാജ്യത്തിനെ പറ്റി പറഞ്ഞിട്ട് അവിടുത്തെ രാജാവിനെ പറ്റി പറയുകയാണ് ചെയ്യണത്. വിദർഭയെ കൂടുതലായിട്ട് വർണ്ണിക്കണില്ല, രാജാവിനെയാണ് കൂടുതലായിട്ട് വർണ്ണിക്കുന്നത്. നനു എന്നാണ്, അതറിയില്ലേ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു പദമാണ് നനു. നിപാതങ്ങളിലൊന്നാണ്. അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ളത് അറിയില്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. ആ ഒരു ചോദ്യത്തെ ധ്വനിപ്പിക്കുന്നതായിട്ടുള്ള വാക്കാണ് നനു. പ്രസിദ്ധമാണല്ലോ എന്നുള്ള അർത്ഥത്തിൽ. വിദർഭഭൂമിം, വിദർഭഭൂമിയെ, വിദർഭരാജ്യത്തെ, സാധു സംരക്ഷിത, നന്നായി പരിപാലിക്കുന്നവനായിട്ട്, സാധു സമ്യക്, നന്നായി പരിപാലിക്കുന്നവനായിട്ട്, പരലോകഭീരു രജസ അധിഭൂമി. പരലോകഭീരു എന്ന് പറഞ്ഞാൽ പരലോകത്തെ പേടിക്കുന്നവൻ. പരലോകത്തെ പേടിക്കുകയാണെന്ന് പറയുമ്പോൾ ഇഹലോകത്തിൽ യാതൊരു പേടിയില്ലാത്ത ആളെന്നാണ് അർത്ഥം. അതായത് ഐഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊന്നും ഒരു പേടിയില്ല. വരാൻ പോണ പ്രവർത്തനങ്ങളെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ധീരമായിട്ട് വളരെ വീരമായിട്ടുള്ള നടപടികൾ എടുക്കുന്ന ഒരാളാണ് ഈ വിദർഭ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ രാജാവ് എന്ന് പറയാനാണ് തുടങ്ങുന്നത്. അദ്ദേഹത്തിന് ഒരേ ഒരു പേടി അല്ലെങ്കിൽ ഒന്നിനെ പറ്റി മാത്രമേ പേടിയുള്ളൂ, പരലോകത്തിന്. അപ്പം ഐഹികമായിട്ടുള്ള ഒന്നിനെയും പേടിയില്ലാത്തവൻ എന്നുള്ള അർത്ഥമാണ് സ്വീകരിക്കേണ്ടതെന്ന് വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് പരലോകഭീരു രജസ അതിഭൂമി, രജസ്സിന് അതിഭൂമിയായിട്ടുള്ളവൻ, രജോ ഗുണത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ. അതിഭൂമി എന്ന് പറഞ്ഞാൽ, ഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഉദ്ഭവസ്ഥാനം എന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ആധാരമായിട്ടുള്ളൊരു സ്ഥാനം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ അതിഭൂമി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ രജോ ഗുണം ഉണ്ടാക്കപ്പെടുന്ന സ്ഥലം. അതായത് രജോ ഗുണം നല്ലവണ്ണമുള്ളൊരു രാജാവ്, ആ രാജാവിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറയാൻ പോണത്. അതാണ് പരലോകഭീരു രജസ. രജോ ഗുണം എന്ന് പറയുന്ന 3 ഗുണങ്ങളിൽ ഒന്നാണ് സത്വം, രജസ്, തമസ്. അതിൽ രജോ ഗുണത്തിൻ്റെ വിളനിലമാണെന്ന് പറയുമ്പോൾ രജോ ഗുണമാണ് രാജാവിന് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. സത്വഗുണവും അല്ലെങ്കിൽ തമോ ഗുണവും അപ്രധാനങ്ങളാണ്. രജോ ഗുണമാണ് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം, ഒരു അധിപതിയെ, ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കൂടുതൽ ഉണ്ടാവേണ്ടത്. രജോ ഗുണമുണ്ടെങ്കിലേ പ്രവൃത്തി ഉണ്ടാവുള്ളൂ. തമോ ഗുണമാണെങ്കിൽ ഉറക്കമാണ്. സത്വഗുണമാണെന്നുണ്ടെങ്കിൽ എല്ലാം തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രവർത്തന വിരതമായിട്ടുള്ള, പ്രവർത്തനത്തിൽ ഒട്ടും താല്പര്യമില്ലാത്തൊരവസ്ഥയാണ്. രജോ ഗുണമാണ് ജീവിതത്തിനെ അല്ലെങ്കിൽ ലോകത്തിനെയൊക്കെ മുമ്പാക്കം നയിക്കണത്. അത് ധാരാളമുള്ള ഒരു രാജാവ്. അതാണ് രജസ അതിഭൂമി. ശ്രുത ശമീ സത്യരഥ കുലീന. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വേറെ ചില വിശേഷണങ്ങളാണ് രാജാവിൻ്റെ. ശ്രുത എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ വിദ്യ സമ്പാദിച്ചിട്ടുള്ളവനായ രാജാവ്. അതുപോലെ തന്നെ പ്രസിദ്ധനായിട്ടുള്ള എന്നൊക്കെ അർത്ഥം പറയാം. വിശ്രുതനായിട്ടുള്ള, ലോകമെമ്പാടും പരന്ന കീർത്തിയോട് കൂടിയിട്ടുള്ള രാജാവ്. പിന്നൊന്ന് ശമീ. ശമി എന്ന് പറഞ്ഞാൽ ദമം, ശമം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ളവൻ എന്നാണ് അർത്ഥം. അതാണ് ശമീ. എല്ലാവരെയും നിയന്ത്രിക്കാൻ, തൻ്റെ ഇന്ദ്രിയങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ നിയന്ത്രിക്കാൻ നല്ല കഴിവുള്ളവനാണ് ശമീ. അതുപോലെ സത്യരഥ, സത്യത്തിൽ വളരെയധികം ഉറച്ച് വിശ്വസിക്കുന്നവൻ. സത്യസന്ധമായിട്ടുള്ള മാർഗത്തിൽ രാജ്യത്തെ കൊണ്ടു നടക്കുന്നവൻ
സ്വതവേ സത്യസന്ധൻ, മറ്റുള്ളവരെയും അതേപോലെ തന്നെ കണക്കാക്കുന്നവൻ, സത്യത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. സത്യരഥ, സത്യത്തിൽ രതിയുള്ളവൻ, സത്യരഥൻ. അങ്ങനെയൊക്കെയുള്ള കുലീന, ഉന്നത കുലജാതനായ സ്വഭാവ മഹിമയുള്ളവനായ ഭീഷ്മാഭിധാന രാജ, ഭീഷ്മൻ എന്നു പേരുള്ളൊരു രാജാവ് അസ്തി ഉണ്ട്. അപ്പോൾ വിദർഭ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ പേരാണ് ഭീഷ്മൻ അഥവാ ഭീഷ്മകൻ. നാരായണീയത്തിലൊക്കെ ഭീഷ്മകമാനിത എന്ന് പറയുന്നുണ്ട്. ഭീഷ്മകൻ എന്നും പേരുണ്ട്, ഭീഷ്മൻ എന്നും പറയാറുണ്ട്. വിദർഭ രാജ്യത്തെ രാജാവാണ് അദ്ദേഹം. അദ്ദേഹം വളരെ ഗുണഗണങ്ങളോട് കൂടിയ ഒരാളാണ്. നല്ല രജോ ഗുണപ്രധാനിയാണ്, സത്യസന്ധനാണ്, അതുപോലെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ നിഗ്രഹം നടത്തിയിട്ടുള്ളവനാണ്, ലോകത്ത് മുഴുവനും കീർത്തി കേട്ടിട്ടുള്ളവനാണ്. അങ്ങനെയുള്ള ഒരു രാജാവുണ്ട് എന്ന് പറഞ്ഞിട്ട് വേണമല്ലോ രാജാവിൻ്റെ മകളിലേക്ക് കടക്കാൻ. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് 28ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അസ്ത്യംബുരാശേരിവ സത്വധാംനോ വേലാമനുല്ലംഘയതഃ കദാപി ലക്ഷ്മീരിവാംഭോരുഹചാരുഹസ്ത തസ്യാത്മജാ കാചന രുക്മിണീതി. ആദ്യം പദച്ഛേദം പറയാം. അസ്തി അംബുരാശേഹ ഇവ സത്വധാംന വേലാം അനുല്ലംഘയത കദാ അപി ലക്ഷ്മീഃ ഇവ അംഭോരുഹചാരുഹസ്ത തസ്യ ആത്മജാ കാചന രുക്മിണീ ഇതി. ആദ്യം വിദർഭാധിപതിയെ ഒന്നുകൂടി വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. സത്വധാംന കദാ അപി വേലാം അനുല്ലംഘയത അംബുരാശേഹ ഇവ. ഇവിടെ അംബുരാശിയെ പറ്റിയിട്ടും കൂടി പറയുന്നുണ്ട്. അപ്പോൾ രാജാവിനെ വർണ്ണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു സമുദ്രത്തിനെ വർണ്ണിക്കുക ചെയ്യണത്. അപ്പോൾ സമുദ്രത്തിനും രാജാവിനും ഏതാണ്ട് ഒരേ സ്വഭാവങ്ങൾ വരണ വിധത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് സത്വധാംന എന്നുള്ള വാക്കും കഥാ അഭിവേലാം അനുല്ലംഘയത എന്നുള്ള വാക്ക്. എന്നിട്ട് അങ്ങനെയുള്ള അംബുരാശിയെ പോലെ സമുദ്രത്തിനെ പോലെയുള്ള രാജാവിന്. അപ്പോൾ എന്താണ് സത്വധാംന, അതുപോലെ വേലാം അനുല്ലംഘയത എന്നുള്ള വാക്കുകളുടെ അർത്ഥം എന്നൊക്കെ സമുദ്രത്തിൻ്റെ അർത്ഥം ആദ്യം പറയാം. ഇങ്ങനെയൊക്കെയുള്ള സമുദ്രത്തിനെ പോലെ, സമുദ്രത്തിൻ്റെ സ്വഭാവത്തോടു കൂടിയ എന്ന് പറയുമ്പോൾ സത്വധാംന. സത്വം എന്ന് പറഞ്ഞാൽ ജീവികളാണ്. ഇവിടെ സമുദ്രമാകുമ്പോൾ കടൽ ജീവികൾ. ആ ജീവികളുടെ ജീവിതം ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവനസ്ഥാനമായിട്ടുള്ള ആവാസസ്ഥാനമായിട്ടുള്ളവനും സത്വധാംന. അതുപോലെ തന്നെ കഥാ അപി, ഒരിക്കൽ പോലും വേലാം അനുല്ലംഘയത, ഒരു പരിധി വിട്ട് അകത്തേക്ക്, അതായത് കടൽ തിരമാലകളൊന്നും അകത്തേക്ക് ഒഴുകി വരാതെ നിയന്ത്രിച്ച് നിർത്തിയിട്ടുള്ള അങ്ങനെയുള്ള സമുദ്രം. അതായത് കടലിൻ്റെ തിരമാലകളൊക്കെ ഒഴുകി ഒരു പരിധി വരെ വരുള്ളൂ, അതിൽ കൂടുതലൊന്നും അകത്തേക്ക് ആക്രമിക്കാറില്ല. അതാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. എത്ര കണ്ട് വർദ്ധിച്ചാലും, സമുദ്രത്തിലെ തിരമാലകൾ വർദ്ധിച്ചാലും ഒരു പരിധിയുണ്ട്, അതിൽ കൂടുതലൊന്നും ഭൂമിയിലേക്ക്, കരയിലേക്ക് സമുദ്രം കയറി വരാറില്ല. ആ വരായിക, കടലിൻ്റെ കയറി വരായികയെയാണ് അതിർത്തി ലംഘിക്കാത്തവൻ എന്ന് പറയണത്. അതാണ് കദാപി, ഒരിക്കൽ പോലും, വേലാം അതിർത്തിയെ, അനുല്ലംഘയത ഉല്ലംഘിക്കാത്തവൻ്റെ, അങ്ങനെയുള്ള സമുദ്രം. ഇനി ഇതൊക്കെ രാജാവിനെ വർണ്ണിക്കുമ്പോൾ എന്താണ്? സത്വധാംന എന്ന് പറഞ്ഞാൽ സത്വം മുതലായിട്ടുള്ള ഗുണങ്ങളുടെ ഇരിപ്പിടമായിട്ടുള്ളവനും. രജോ ഗുണം കൂടുതലുണ്ടെന്നേ പറഞ്ഞുള്ളൂ, മറ്റു ഗുണങ്ങളില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ സത്വഗുണവും ഉണ്ട്. സത്വഗുണത്തിൻ്റെ ഇരിപ്പിടമായവനും, അതുപോലെ ഒരിക്കൽ പോലും അതിർത്തി വിട്ട് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുകയോ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടുകയോ ചെയ്യാത്തവൻ. അതാണ് കദാപി വേലാം അനുല്ലംഘയത. മറ്റൊരാൾക്ക് അവരവരുടെ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഒക്കെ അനുവദിച്ചു കൊടുക്കുന്നവൻ. അങ്ങനെയുള്ള അംബുരാശയെ ഇവ, അംബുരാശിയെ പോലെയുള്ള തസ്യ ഭീഷ്മ നൃപസ്യ, ഭീഷ്മ മഹാരാജാവിന് അംഭോരുഹചാരുഹസ്ത ലക്ഷ്മി ഇവ. അംഭോരുഹം താമര, അംഭോരുഹ ചാരുഹസ്ത താമരപ്പൂവിതൾ പോലെയുള്ള കൈകളോടുകൂടിയ, അതാണ് അംഭോരുഹ ചാരുഹസ്ത ലക്ഷ്മി ഇവ. അത് ലക്ഷ്മി ദേവിയുടെ കയ്യിനെയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ താമരപ്പൂവിതൾ പോലെ മൃദുവായ കൈകളോടുകൂടിയ ലക്ഷ്മി ദേവിയെ പോലെ, ലക്ഷ്മി ദേവിയുടെ കൈകളെ തന്നെ ആദ്യം വർണ്ണിച്ചു താമരപ്പൂവിതൾ പോലെയാണെന്ന്. അങ്ങനെ താമരപ്പൂവിതൾ പോലെയുള്ള കൈകളോടുകൂടിയ ലക്ഷ്മി, ആ ലക്ഷ്മി ദേവിയെ പോലെയുള്ള ഒരു പെൺകുട്ടി, അതാണ് ഇവ കാചന രുക്മിണി ഇതി ആത്മജ, ഒരു
പെൺകുട്ടി, ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേരായിരുന്നു രുക്മിണി. അവളുടെ പേരാണ് അസ്തി, ആത്മജ അസ്തി. അങ്ങനെ രുക്മിണി എന്നു പേരുള്ള ഒരു മകൾ ആ രാജാവിന് ഉണ്ട്. അപ്പോൾ രുക്ക് എന്നാണ് കേട്ടോ പറയേണ്ടത്, രുക്മിണി അല്ല. രുഗ് എന്ന് പറഞ്ഞാൽ അസുഖവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രുക്മ എന്നുള്ളതാണ് ധനം എന്നുള്ള അർത്ഥത്തിൽ, സ്വർണം എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയണ വാക്ക്. അപ്പോൾ രുക്മിണി നല്ലവണ്ണം ധനാഢ്യയായവൾ, സ്വർണവും അതുപോലെ തന്നെ ഈ വിലപിടിപ്പുള്ള ധാരാളം ആഭരണങ്ങളും രത്നങ്ങളും മുത്തുകളും ഒക്കെ ഉള്ളവൾ എന്നുള്ള അർത്ഥത്തിലാണ് രുക്മിണി എന്ന് പറയുന്നത്. രുക്മിണി എന്നു പേരുള്ള ഒരു മകൾ ആ മഹാനായിട്ടുള്ള ഭീഷ്മ മഹാരാജാവിന് ഉണ്ട് എന്നാണ് ബ്രാഹ്മണൻ ആദ്യം തന്നെ പറയണത്. അപ്പോൾ രാജാവിനെ പറ്റി പറഞ്ഞു, രാജ്യത്തിൻ്റെ പേര് പറഞ്ഞു. അങ്ങനെയുള്ള ആ വീരശൂര പരാക്രമിയായിട്ടുള്ള രാജാവിന് രുക്മിണി എന്നു പേരുള്ളൊരു മകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇനി ആ മകളുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വർണ്ണനകളൊക്കെ അടുത്ത ശ്ലോകത്തിൽ കാണാം. നമുക്ക് ഇന്ന് ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. സംരക്ഷിതാ സാധു വിദർഭഭൂമിം ഭീഷ്മാഭിധാന പരലോകഭീരു നന്വസ്തി രാജാ രജസോതി ഭൂമി ശ്രുതശമീ സത്യരതഃ കുലീന അസ്ത്യംബുരാശേരിവ സത്വധാംനോ വേലാമനുല്ലംഘയത കദാപി ലക്ഷ്മീരിവാംഭോരുഹചാരുഹസ്ത തസ്യാത്മജാ കാചന രുക്മിണീതി. ഇവിടെ ആത്മജ കാചന എന്ന് പറഞ്ഞത്, കാചന എന്ന് പറഞ്ഞാൽ ഏതോ ഒരു എന്നുള്ള അർത്ഥത്തിലല്ല, സൗന്ദര്യം, അതുപോലെ തന്നെ കഴിവുകൾ, മിടുക്ക്, സൽസ്വഭാവം, ഇതൊക്കെ ധാരാളമുള്ളത് കൊണ്ട് ആ ആളെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എന്ന് തന്നെ കവിക്ക് നിശ്ചല്യാൻ്റെയായി. അതുകൊണ്ടാണ് അത്രയ്ക്ക് സുന്ദരിയായിട്ടുള്ള, ഏതോ ഒരു സുന്ദരിയായിട്ടുള്ള മകൾ എന്നുള്ള അർത്ഥത്തിൽ കാചന എന്നുള്ള വാക്ക് പറഞ്ഞത്. അത്രയ്ക്ക് ഏതൊക്കെ പദങ്ങൾ ചേർത്താലാണ് ഇനി രുക്മിണിയെ വർണ്ണിക്കാൻ പറ്റുക എന്ന് തന്നെ അറിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കാചന, കിഞ്ചന എന്നുള്ള വാക്കുകളൊക്കെ കാവ്യത്തിൽ, സംസ്കൃതത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഈ വ്യാഖ്യാനത്തിൻ്റെ, ഈ ഒരു ശ്ലോകത്തിൻ്റെയൊക്കെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഇനി രുക്മിണിയെയും രുക്മിണിയുടെ സ്വഭാവങ്ങളെ പറ്റിയിട്ടൊക്കെ ഏതാണ്ട് 10-20 ശ്ലോകങ്ങളെ കൊണ്ടാണ് വർണ്ണിക്കുന്നത് എന്ന്. ഇനി തുടർച്ചയായിട്ടുള്ള ശ്ലോകങ്ങളിൽ രുക്മിണിയുടെ വർണ്ണന നമുക്ക് കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.